എന്തുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ മാത്രം കളിയാക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? സൈക്കോളജി പരമായിട്ട് അത് എങ്ങനെ നേരിടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ സമൂഹത്ത് കോളേജിലും സ്കൂളിലും ഒക്കെ കുട്ടികൾ ബുള്ളിങ്, കളിയാക്കലൊക്കെ നേരിടാറുണ്ടല്ലേ? ഈ കുട്ടികൾ കളിയാക്കൽ നേരിടുന്നത് കാരണം ട്രോമയിലേക്കോ ഡിപ്രഷനിലേക്കോ പോകുന്ന കുട്ടികൾ പോലും നമ്മുടെ സമൂഹത്തുണ്ട്. അവർക്കും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഒന്ന്, വൈ ദേ ആർ ബുള്ളിങ്, എന്തിനാണ് ആൾക്കാർ കളിയാക്കുന്നത്? മറ്റുള്ളവരെ കളിയാക്കുന്നതിലൂടെ അവർക്കൊരു സന്തോഷം കണ്ടെത്താനും നിങ്ങൾ അവർക്കൊരു ഈസി ടാർഗറ്റും കൂടി ആയതുകൊണ്ടാണ് അവർ നിങ്ങളെ കളിയാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വൈ ദേ ആർ ഫോക്കസ് ഓൺ യു. അത് മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് അവർക്ക് അറിയാം. അതായത് നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് കുറവാണോ, അറ്റൻഷൻ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടോ, അതെല്ലാം നോക്കിയിട്ടായിരിക്കും അവർ കളിയാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, യു ആർ ആൻ ഈസി ടാർഗറ്റ്. അതായത് നിങ്ങൾ മെന്റലിയോ ഫിസിക്കലിയോ വീക്കാണെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കളിയാക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. മറ്റുള്ളവരെ കളിയാക്കുന്നത് എങ്ങനെ പ്രതിരോധിക്കാം? ഒന്ന്, നിങ്ങളുടെ വീക്ക്നെസ് സ്ട്രെങ്ത് ആയിട്ട് മാറ്റുക. നിങ്ങൾക്ക് ആത്മധൈര്യം കുറവാണെങ്കിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ടോ, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. രണ്ട്, ഈ ആൾക്കാർക്ക് മറ്റുള്ളവരെ കളിയാക്കുന്നത് വിഷമിപ്പിക്കുന്നതൊക്കെ ആ മനോഭാവം ഒരിക്കലും അവർ മാറ്റത്തില്ല. അപ്പം നമ്മൾ ആരെങ്കിലും കളിയാക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുവാണെങ്കിൽ നമ്മൾ തിരിച്ചവരുടെ കണ്ണുകളിൽ തന്നെ സൂക്ഷിച്ചു നോക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് നമ്മുടെ കണ്ണുകളിൽ നിന്ന് അവരെ കാണിച്ചു കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. ഐ എം എ സ്ട്രോങ് മാൻ, ഐ എം എ സ്ട്രോങ് വുമൺ, ഐ എം എ സ്ട്രോങ് ബോയ്, ഐ എം എ സ്ട്രോങ് ഗേൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.